ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്രിൻസസ് ഓഫ് ഡെസ്റ്റിനിയുടെ ലാസ്റ്റത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ വന്ന് നമ്മുടെ ഫാങ്ങിൻ്റെ അനിയനുണ്ടല്ലോ, അപ്പം നമ്മുടെ ഗ്രാൻഡ് പേ ചതിക്കാൻ പറ്റത്തില്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ നമ്മുടെ യൂറയെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിപ്പോയിട്ട് ആരൊക്കെയാണോ നമ്മുടെ യൂറയെ പുള്ളി ചെയ്ത് അവരെല്ലാം തന്നെ അവനും എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ റിപ്പീറ്റ് കാണിക്കും കേട്ടോ. പാവ പെമ്പിള്ളേരെ അവസ്ഥ. ഫാങ്ങിന് എൻ്റെ അനിയനെ അറിയത്തില്ല ഫാങ്ങും ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ ഫാങ് വന്ന് യൂറയെ കൂട്ടി അവിടെ നിന്ന് വന്നു കേട്ടോ. വരുന്ന സമയത്ത് യൂറ ഭയങ്കര ഹാപ്പി ആയിട്ട് അവനെ ഹഗ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഫാങ് ചോദിക്കുവാണ്, നീ എന്നെ മാരേജ് ചെയ്യുമെന്ന്. അപ്പോൾ യൂറയ്ക്ക് ആ കൺഫ്യൂഷൻ, ഇവനെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ യൂറയ്ക്ക് ഇവൻ്റെ അടുത്ത് ഓൾറെഡി ഒരു പ്രണയമൊക്കെ ഉള്ളതുകൊണ്ട് അവൾ എന്തുവാ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഫാങ് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യും, നീ എന്നെ മാരേജ് ചെയ്യുക, അപ്പോൾ എനിക്ക് ആ ഒരു CEO പോസ്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ നിനക്ക് ഡിവേഴ്സ് തരാമെന്ന്. അപ്പോൾ യൂറയ്ക്കാണെങ്കിൽ മനസ്സിനകത്ത് സങ്കടമാവുക, കാരണം അവൾക്ക് ശരിക്കും അവൻ്റെ അടുത്തൊരു ഇഷ്ടം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൻ ഇത്രയൊക്കെ ഹെൽപ്പ് അവൾക്ക് ചെയ്തിട്ട് അവൾ നോ പറഞ്ഞത് ശരിയാകാത്തതുകൊണ്ട് അവളും പറയാണ്, ശരി എന്നാൽ ഞാൻ കോൺട്രാക്ട് പ്രകാരം നിങ്ങളെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അവളും പറയാണ്. എന്നിട്ട് ഇവർ നേരെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ യൂറ അതുപോലെ ഫാങ് രണ്ടുപേരും കൂടി ഗ്രാൻഡ് പേ കാണാൻ പോകാം കേട്ടോ. ഗ്രാൻഡ് പേയുടെ അടുത്ത് നമ്മുടെ ഫാങ് പറയാണ്, ഞാൻ ഇവളെ കല്യാണം കഴിച്ചോളാം, എനിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ ഗ്രാൻഡ് പേ വന്ന് യൂറയോട് ചോദിക്കണം, സത്യമാണോ മോളെ, ഇവൻ ഈ പറയുന്നതൊക്കെ സത്യമാണോ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുവാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ തന്നെ കല്യാണം കഴിക്കും, ഇവനെ തന്നെ ഞാൻ CEO പോസ്റ്റ് കൊടുത്തോളാം. അപ്പോൾ യൂറ പറയണം, അത് എനിക്ക് ഇവനെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതെന്ന് പറയുവാണ്. മാത്രമല്ല ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഫാങ്ങാണെങ്കിൽ നല്ലൊരു വെഡ്ഡിങ് ഡ്രസ്സ് എല്ലാം നിന്ന് യൂറയ്ക്ക് ഗിഫ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ യൂറയാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവളോട് നോക്കുന്ന സമയത്ത് ദൈവം ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് ഇത്രയും വില കൂടിയൊരു ഡ്രസ്സാണോ അവനെ എനിക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതേ സമയം വന്നിട്ട് നമ്മുടെ ഗ്രാൻഡ് പേ വന്നിട്ട് ഗ്രാൻഡ് പേയുടെ മാനേജർ എടുത്ത് പറയണം, എനിക്ക് വന്നിട്ട് ഇവർ ഈ പറഞ്ഞതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, അവിടെ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് ആൾക്കാരെ വിട്ട് ഇവർ പറയുന്നത് റിയൽ ആണോ, ഇവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വരാൻ പറഞ്ഞിട്ട് മാനേജർ ഏൽപ്പിക്കുക കേട്ടോ. ഇതേ സെയിം ടൈമിൽ ആക്ട്രസ് പെണ്ണ് വന്നിട്ട് ഏതോ ഒരു ഷൂട്ടിനോ എന്തൊരു കാര്യത്തിന് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് കേട്ടിട്ട് ഇവൾക്ക് മനസ്സിലാവുകയാണ് നമ്മുടെ ഫാങ് വന്നിട്ട് യൂറയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്ട്രസ് പെണ്ണിനെയും നമ്മുടെ ഫാങ്ങിൻ്റെ അടുത്തൊരു ക്രഷൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവൾക്ക് വന്ന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, കാരണം അവൾക്ക് നമ്മുടെ ഫാങ്ങിനെ കല്യാണം കഴിക്കണം എന്ന് വെച്ചിട്ടാണ് അവൾ ഇരുന്നത്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിയട്ടോ. അപ്പോൾ യൂറയ്ക്ക് ഒരു കൺഫ്യൂഷൻ, ഒരു ഡൗട്ട്, കാരണം അവളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്ന പോലെ അവൾക്ക് എപ്പോഴും ഒരു ഫീലിംഗ് ഉണ്ട്. അത് വന്നിട്ട് നമ്മുടെ ഫാങ്ങിൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഫാങ് പറയണേ അങ്ങനെയൊന്നും കാണത്തില്ല എന്ന് പറയുന്ന സമയത്ത് അവൾക്ക് ദേഷ്യം വന്ന് യൂറ അവിടെ നിന്ന് എണീറ്റുക. അപ്പോൾ നമ്മൾ ഫാങ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഒരു ഹുഡി പോലത്തെ ഒരു ഡ്രസ്സ് ആയിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യം ക്ലിയർ ആയിട്ട് പറയാൻ പറഞ്ഞിട്ട് പിടിച്ച് വരിക്കുന്ന സമയത്ത് ഇവൾ നേരെ ഇവൻ്റെ മേൽ വന്ന് നിന്നിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കിസ്സാവും. എന്നിട്ട് ഇവർ രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയെന്ന് സംസാരിക്കും. അപ്പോൾ ഫാങ് പറയാണ്, ഒരു പക്ഷേ എൻ്റെ ഗ്രാൻഡ് പേയുടെ പണിയായിരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നോട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലുമൊക്കെ ഗ്രാൻഡ് പേ വിട്ട് കാണും. അങ്ങനെയാണ് കാര്യമെങ്കിൽ നമ്മൾ ഇച്ചിരി നന്നായിട്ട് അഭിനയിക്കണം. മാത്രമല്ല നിനക്ക് വന്നിട്ട് നന്നായിട്ട് അഭിനയിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ആക്ട്രസ് പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നിന്നെ അഭിനയിക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ വന്ന് ഈ ആക്ട്രസ് പെണ്ണിനെ വിളിച്ചിട്ട് പറയാണ്, വൈകിട്ട് ഡിന്നറിന് നമുക്ക് മീറ്റ് ചെയ്യാം, അവിടെ ഒന്ന് സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ ആക്ട്രസ് പെണ്ണാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവൾ വന്നിട്ട് വൈകിട്ട് ഡിന്നറിനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഫാങ്ങിൻ്റെ കൂടെ നമ്മുടെ യൂറയും കൂടി കാണുന്ന സമയത്ത് നമ്മുടെ ആക്ട്രസ് പെണ്ണിനെ സങ്കടം, കാരണം അവൾ വിചാരിച്ചിരുന്ന എന്തോ ഒരു ഡേറ്റിംഗ് പോലെ സംഭവത്തിനാണ് ഫാങ് നമ്മുടെ ആക്ട്രസ് പെണ്ണിനെ വിളിച്ചേക്കുന്നതെന്നാണ്. പക്ഷേ ഈ കൂടെ യൂറയും കൂടെ കാണുന്ന സമയത്ത് ഇവൾക്ക് അങ്ങ് സങ്കടം. ആ സമയത്ത് ഫാങ് പറയുകയാണ്, വേറെ ഒന്നുമല്ല, ഞങ്ങൾ കോൺട്രാക്ട് മാരേജ് ആണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എനിക്ക് ആ CEO പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവളെ ഡിവേഴ്സ് ചെയ്യും. അതുകൊണ്ട് ഇവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവളെയും വന്നിട്ട് നോട്ട് ചെയ്യാനായിട്ട് ഗ്രാൻഡ് പേ കുറച്ച് ആൾക്കാരെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ശരിക്കും അഭിനയിക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഇവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് ടീച്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ആക്ട്രസ് പെണ്ണ് പറയണം, ഞാൻ പറയുന്നതിനേക്കാളും എൻ്റെ ഒരു ഡയറക്ടർ ഉണ്ട്, അയാളാകുമ്പോൾ ചെയ്ത് തരുന്നത്, ഇയാളാകുമ്പോൾ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും, അവൾക്ക് നല്ലപോലെ നമുക്ക് ഇച്ചിരി സീനൊക്കെ ഷൂട്ട് ചെയ്യാം, അപ്പോൾ ഗ്രാൻഡ് പേക്ക് അത് ഇച്ചിരി വിശ്വാസമാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ ആക്ട്രസ് പെണ്ണ് അവൾ ഡയറക്ടറെ കാണിക്കാനേ കൊണ്ടു. അപ്പോൾ ഡയറക്ടർ ഓരോ സീൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ ചെയ്യാം. പക്ഷേ ആക്ച്വലി അങ്ങനെ സീനൊക്കെ അവർ വന്ന് അഭിനയിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ ഒരു റൊമാൻറ്റിക് സീന് റിയൽ ആയിട്ട് നടക്കുക. വേറെ ഒന്നുമില്ല, ഇവളുടെ ഹീൽസ് ഇട്ടിട്ട് നമ്മുടെ യൂറ വീഴാൻ പോകാം. അപ്പോൾ ഇവൻ വന്നത് ഇതിനെ പിടിക്കുക. അത് ശരിക്കും ഒരു റിയൽ റൊമാൻറ്റിക് സീനായിരുന്നു. പക്ഷേ അത് അവർ പറഞ്ഞ ഷൂട്ടിനൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം വന്നിട്ട് അവർ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ച് ആക്ട്രസ് പെണ്ണും ഫാങ് കൂടി നടന്നു വരുന്ന സമയത്ത് ആക്ട്രസ് പെണ്ണ് ചോദിക്കണം, നിനക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കോൺട്രാക്റ്റിന് വേണ്ടി തന്നെയാണോ യൂറയെ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് വന്ന് അവളുടെ അടുത്ത് എന്തെങ്കിലും ഇഷ്ടവും കാര്യങ്ങളും ഉണ്ടോ എന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാങ് പറയണം, ഇല്ലല്ലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് ചെയ്യുന്ന സമയത്ത് ആക്ട്രസ് പെണ്ണ് പറയണം, അങ്ങനെയല്ലടാ, നിനക്ക് വന്നിട്ട് നിൻ്റെ കണ്ണിൽ ആ പ്രണയം ഞാൻ കണ്ട്,
വേറെ ഒന്നുമില്ല, ആട്രസ് പെണ്ണിന് ഇവനെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവൾക്ക് അറിയാം ആ പ്രണയത്തിൻ്റെ ഫീലിംഗ് എന്താണെന്നും. അപ്പോൾ നമ്മുടെ ഫാങ്ങിൻ്റെ കണ്ണിൽ ഇവർ അങ്ങനെ വീണ സമയത്ത് നോക്കി നോട്ടത്തിൽ നമ്മുടെ ആട്രസ് പെണ്ണിനൊരു ഡൗട്ട്, ഫാങ്ങിൻ്റെ കണ്ണിൽ പ്രണയം കണ്ടുകൊണ്ട് ഇവൾക്കൊരു ഡൗട്ട് ആയതുകൊണ്ടാണ് അവളങ്ങനെ ചോദിക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം കിട്ടിയിട്ട് മാനേജർ ഒന്ന് ഗ്രാൻഡ് പിക്ക് കൊണ്ടുവന്ന് കാണിക്കട്ടോ. ആ സമയത്ത് ഗ്രാൻഡ് പി ചോദിക്കണം ഇവർ രണ്ടും പൊട്ടന്മാർ ഇതെന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് ഗ്രാൻഡ് പി ചൂടാവും. പക്ഷെ ഗ്രാൻഡ് പി എന്തിനാ ചൂടാവുന്നതെന്നും ഇപ്പം നമുക്കറിയത്തില്ല. പക്ഷെ പോകെ പോകെ സ്റ്റോറിയിൽ നമുക്ക് കാര്യം മനസ്സിലാവും. എന്നിട്ട് ഗ്രാൻഡ് പ വന്നിട്ട് ഫാങ്ങിനെ യൂറയും വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വന്നിട്ട് ഒരു ബിസിനസ്സിൽ ഞാൻ വന്നിട്ട് നല്ലൊരു അടിപൊളി സ്ഥലം വന്ന് റിസോർട്ട് പണിയാനെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വന്നൊരു മീൻകാരൻ്റെ പേരിലുള്ളത്. അയാളാണെങ്കിൽ ആ ഒരു സ്ഥലം എനിക്ക് തരാൻ തയ്യാറാവുന്നില്ല. അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് ആ ഒരു സ്ഥലം എനിക്ക് വാങ്ങിച്ചു തരുവാണെങ്കിൽ നിങ്ങളുടെ കല്യാണം ഞാൻ പെട്ടെന്ന് നടത്തുകയും ചെയ്യാം. മാത്രമല്ല CEO പോസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ നിനക്കൊരു കൺഫർമേഷൻ തരാമെന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ യൂറയും ഫാങ്ങിനും അതാണല്ലോ വേണ്ടത്. അപ്പോൾ തന്നെ അവർ ആ മീൻകാരനെ കാണാനായിട്ട് പോകാട്ടോ. പക്ഷേ പ്രശ്നമൊന്നുമില്ല, ആ മീൻകാരൻ്റെ അഡ്രസ്സ് വന്നിട്ട് നമ്മുടെ ഫാങ്ങിൻ്റെ അനിയൻ്റെ കയ്യിലാണ്. പക്ഷേ ഫാങ്ങിൻ്റെ അനിയൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊത് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂറയുടെ കയ്യിൽ ആ മീൻകാരൻ്റെ അഡ്രസ്സും കൊടുത്തു വിടാം. അപ്പോൾ ഇവരിങ്ങനെ പോയി കഴിയുന്ന സമയത്ത് ഫാങ്ങിൻ്റെ അനിയൻ്റെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, ആ പെണ്ണ് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്ടമല്ലല്ലോ, നിങ്ങൾക്ക് CEO പോസ്റ്റ് കിട്ടണമെന്നായിരുന്നല്ലോ നിങ്ങൾക്ക് ആഗ്രഹം, പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ഫാങ്ങിൻ്റെ അനിയൻ പറയണം, എനിക്ക് CEO പോസ്റ്റ് വേണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ന് വെച്ചാൽ യൂറ വന്ന് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പെണ്ണാണ്. അപ്പോൾ എൻ്റെ ചേട്ടനും അവളെ സ്നേഹിക്കുന്നെങ്കിൽ അതങ്ങനെ നടക്കട്ടെ, അതിന് കുഴപ്പമില്ലെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്തതെന്ന് നമ്മുടെ ഫാങ്ങിൻ്റെ അനിയൻ പറയാം കേട്ടോ. എന്നിട്ട് നമ്മുടെ യൂറിയും ഫാങ് കൂടി ആ മീൻകാരനെ കാണുന്ന സമയത്ത് മീൻകാരൻ പറയുവാണ്, എനിക്ക് വന്ന് നിങ്ങളുടെ കമ്പനിക്ക് എൻ്റെ സ്ഥലം കൊടുക്കാനായിട്ട് താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറയാം കേട്ടോ. എന്നിട്ട് ഇയാൾ വന്ന് ഞണ്ടിനെ പിടിക്കാൻ പോകും. പക്ഷെ ഞണ്ടിനെ ഒന്നും ഇയാൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് കൊടുത്തുകൊണ്ട് ഫാങ് പറയുകയാണ്, എടി നിനക്ക് ഈ മീൻ പിടിക്കാനൊക്കെ കറക്റ്റ് അറിയുകയും ചെയ്യുന്ന സമയത്ത് യൂറ പറയണം, നിങ്ങൾ എന്ത് സംസാരമാണ് പറയുന്നത്, എനിക്ക് വന്ന് ഞാൻ ചെറുപ്പത്തിൽ നല്ല ഓർമ്മ വെച്ച കാലം തൊട്ടേ മീൻ പിടിക്കാനായിട്ട് അമ്മയുടെ കൂടെ പോയി എനിക്ക് ശീലമുണ്ട്. മാത്രമല്ല ഞാൻ മീൻകാരി പെണ്ണല്ലയോ, അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാൻ കുഴപ്പമില്ലെന്ന് പറയുന്ന സമയത്ത് ഫാങ് പറയണം, എന്നാൽ നീ ഒരു കാര്യം ചെയ്യാം, ഞണ്ടിനെ പിടിക്കാൻ പറ്റുന്നില്ല, നീ ഒന്ന് എങ്ങനെയും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അങ്ങനെ നമുക്ക് അയാളെ ഇമ്പ്രസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് യൂറ ആരാ മോള്, അവളാണെങ്കിൽ പോയി സൂപ്പറായിട്ട് ഞണ്ടിനെ പിടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ആ മീൻകാരെ ഇച്ചിരി ഇമ്പ്രസ് ഒക്കെ ആവുന്നുണ്ട്. അയാൾ ചോദിക്കണം, നീ എങ്ങനെയാണ് എന്ത് ട്രിക്ക് വെച്ചിട്ടാണ് ഞണ്ടിനെ പിടിച്ചതെന്ന് ചോദിക്കണം. അപ്പോൾ അവൾ വന്നിട്ട് അതെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അയാളെ ഹാപ്പി ആയിട്ട് പറയണം, ഇന്ന് വൈകിട്ട് എനിക്ക് വീടിൻ്റെ അടുത്തൊരു പാർട്ടി ഉണ്ട്, അവിടെ ഡിന്നറിന് നിങ്ങൾ വിളിക്കാൻ, നിങ്ങളും വാ എന്ന് പറയുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി പോവാട്ടോ. പോകുന്ന സമയത്ത് ഈ മീൻകാരൻ വന്നിട്ട് ഈ യൂറയുടെ അടുത്ത് പറയുകയാണ്, നിനക്കൊരു കാര്യം അറിയോ, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമൊന്നും ആരുടെ അടുത്തും ഷെയർ ചെയ്യാറില്ല, പക്ഷെ നിൻ്റെ അടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് ഒരു പഴയ സ്റ്റോറി പറയാം. അപ്പോൾ ആ സ്റ്റോറിയിൽ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ചെറുപ്പത്തിലെ ഒരു പെണ്ണിനെ സ്നേഹിച്ചായിരുന്നു. ആ പെണ്ണ് നോക്കുമ്പോൾ എന്താ ശരിക്കും നമ്മുടെ യൂറയുടെ രൂപത്തേക്ക്, വേറെ ഒന്നുമില്ല, അത് യൂറയുടെ അമ്മയാണ്. ഇവർ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർ രണ്ടുപേരെ വീട്ടിലും സമ്മതിക്കാത്തതുകൊണ്ട് ലാസ്റ്റ് യൂറയുടെ അമ്മ വന്നിട്ട് വേറൊരാളെ വീട്ടുകാർ പറയുന്ന ഒരാളെ കല്യാണം കഴിച്ച് പോവാണ് ചെയ്തത്. അപ്പോൾ ആ മീൻകാരൻ പറയാണ്, എൻ്റെ കാമുകിയുടെ മോളാ നീ ചോദിച്ചാൽ ഞാൻ ആ സ്ഥലം നിനക്ക് തരാതിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ യൂറയുടെ പേരിൽ ആ സ്ഥലം അങ്ങ് എഴുതി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവരെല്ലാം ആയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കറക്റ്റ് യൂറ ഒരു വലിയൊരു വണ്ടി അടിക്കാൻ വരും. ആ സമയത്ത് കറക്റ്റ് യൂറയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞിട്ട് ഫാങ് അവിടെ തള്ളി നീക്കുന്ന സമയത്ത് ഫാങ് ചെന്നത്താറായി വീണ് അവൻ്റെ നെറ്റി പൊട്ടുവാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ നൈസായിട്ട് മയങ്ങി പോകാം. നമ്മുടെ യൂറാണെങ്കിൽ അവനെ കുറേ തട്ടി വിളിച്ചിട്ട് കേൾക്കാത്തതുകൊണ്ട് ഇവള് ലാസ്റ്റ് കുറേ വിളിക്കുന്ന സമയത്ത് അവൻ എണീക്കാം. അപ്പോൾ എണീക്കുന്ന സമയത്താണ് ഇവനൊരു ഓർമ്മ വരുന്നത്, വേറെ ഒന്നുമില്ല, ഇവന് വന്നും വെള്ളമൊക്കെ നല്ല വൃത്തിയായിട്ട് പേടി. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പ് അവൻ വന്നിട്ട് കടലിൽ ഇറങ്ങിയ സമയത്ത് അവൻ വന്നിട്ട് തിരയെടുത്ത് പോയായിരുന്നു. ആ സമയത്ത് ഒരു മീൻകാരി പെണ്ണാണ് ഇവനെ രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇവനെ ആ ഒരു മയക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ പെണ്ണ് യൂറയാണെന്നുള്ള കാര്യം ഇവന് ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ അത്രയും കാലം അവൻ്റെ മനസ്സിൽ പ്രണയമാണോ എന്നുള്ള ഡൗട്ട് ഇല്ലായിരുന്നോ. പക്ഷെ ആ പ്രണയം തന്നെ അവന് കൺഫേം ആണ്. ഒരു സിറ്റുവേഷനിൽ അവന് കൺഫേം ആയിട്ട് അവനാണെങ്കിൽ യൂറയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. അവൻ യൂറെ ഹഗ് ചെയ്യുവാട്ടോ. പക്ഷെ ഇതേ സമയം വന്നിട്ട് ഈ ഗ്രാൻഡ് പ തന്നെയാണ് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടത്തിയിട്ട് യൂറയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടുള്ളത്. അപ്പോൾ മാനേജർ എന്നിട്ട് പറയാണ് ഫാങ് രക്ഷിച്ചുകൊണ്ട് യൂറയ്ക്കൊന്നും പറ്റിയില്ലെന്നും. അപ്പം നമ്മൾ ഗ്രാൻഡ് പിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. എന്നിട്ട് ഇവനെ കല്യാണത്തിന് ഒരുക്കൊക്കെ കേട്ടോ നടക്കുന്ന സമയത്ത്. അപ്പോൾ ഇവനാണെങ്കിൽ നല്ല സീരിയസ് ആണ്, കാരണം ഇപ്പോൾ ഫാങ്ങിന് ഭയങ്കര ഇഷ്ടമാണ്, റിയൽ പ്രണയമാണല്ലോ യൂറയുടെ അടുത്ത്. മാത്രമല്ല യൂറയുടെ മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നത് ഇത് കോൺട്രാക്റ്റിന് വേണ്ടി കല്യാണം കഴിക്കുന്നതെന്നാണ് അവൻ വിചാരിക്കുന്നത്. അപ്പോൾ ഫാങ്ങിൻ്റെ അസിസ്റ്റൻ്റ് വന്ന് ഫാങ്ങിൻ്റെ അടുത്ത് ചോദിക്കണം, നമുക്ക് വന്നിട്ട് ഒരു നോർമൽ രീതിക്കുള്ള ഒരു കല്യാണം പോരെ, ആഫ്റ്റർ ഓൾ ഇതൊരു കോൺട്രാക്ട് മാരേജ് എല്ലാം ചോദിക്കുന്ന സമയത്ത് ഫാങ് പറയണം, അല്ല ഈ നാട്ടുകാരെ കണ്ട് നിൽക്കുന്ന അത്രയും ലെവലിലായിരിക്കണം എൻ്റെ കല്യാണം, കാരണം എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമെന്നുള്ള കാര്യം പറയണം. എന്നിട്ട് ഇവൻ വന്ന് ഗ്രാൻഡ് പേ കണ്ടിട്ട് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വന്ന് ആട്രസ് പെണ്ണിൻ്റെ വീട്ടുകാർ നിൽക്കുന്നുണ്ട്. ഓൾറെഡി ആട്രസ് പെണ്ണിൻ്റെ വീട്ടുകാർ വന്നിട്ട് ഓൾറെഡി നമ്മുടെ ഫാങ്ങില്ല അവൻ്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സും കൂടിയാണ്. അപ്പോൾ എടുത്തുകൊണ്ടെങ്കിൽ ഗ്രാൻഡ് പേ പറയുകയാണ്, ഇനി മുതൽ നിൻ്റെ ഫിയാൻസി വന്ന് ഈ ആട്രസ് പെണ്ണാന്ന് പറയാം കേട്ടോ. അപ്പം നമ്മുടെ ഫാങ്ങിനാണെങ്കിൽ ആകെ മൊത്തം ഷോക്ക് ആവണം. എന്നിട്ട് ഗ്രാൻഡ് പേ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവൻ പിന്നാലെ പോയിട്ട് ചോദിക്കുകയാണ്, ഗ്രാൻഡ് പേ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഗ്രാൻഡ് പേ വന്ന് സത്യാവസ്ഥ പറയുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു സ്ഥലം ഗ്രാൻഡ് പേക്ക് കിട്ടാൻ
വേണ്ടി ഗ്രാൻഡ്പ കളിച്ച ഫുൾ കളിയാണിത്. അയാൾ ഈ ഒരു മീൻകാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് യൂറയുടെ അമ്മ വന്നിട്ട് ഇയാളെ പഴയ കാമിക്കുന്നതാണ്. യൂറയെ വെച്ച് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു സ്ഥലം കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഗ്രാൻഡ്പ വന്ന് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വന്നിട്ട് നമ്മുടെ ഗ്രാൻഡ്പ പറയാണ്, നീ വന്നിട്ടേ നിനക്ക് പറ്റിയ ലെവലിലുള്ള ആൾക്കാരെ നോക്കാൻ നിൽക്കുക, മനസ്സിലായോ? അല്ലാതെ ഈ മീൻകാരി പെണ്ണിൽ നിന്ന് കല്യാണം കഴിച്ച് നിൻ്റെ ലൈഫൊന്നും സെറ്റിലാവാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാങ്ങിനെ ഭയങ്കരമായിട്ട് വഴക്ക് പറയാം കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ അവളെ ബ്ലാപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് ഈ ഒന്നും കിട്ടത്തില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫാങ്ങാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. പക്ഷെ പ്രശ്നമൊന്നുമില്ല, ഇതെല്ലാം വന്ന് യൂറ വന്ന് കേൾക്കും. അപ്പോൾ അവൾക്ക് ആകെ മൊത്തത്തിൽ സങ്കടമാവും. അപ്പോൾ ഫാങ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്തും അവൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വീട് പണിതിട്ടില്ലേ, അപ്പോൾ ആ ഒരു ചാവി കൊടുത്തിട്ട് പറയാണ്, എൻ്റെ കോൺട്രാക്റ്റ് ഒക്കെ തീർന്നില്ല, അവിടെ ഞാൻ പോവാമെന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് പൊട്ടി കരകണ്ട പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ യൂറയ്ക്ക് എന്ന് വെച്ചാൽ ഫാങ്ങിനോട് ഇപ്പോൾ ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമുള്ളത്. പക്ഷേ എങ്കിൽ അവൾ വിചാരിച്ചിരുന്ന കോൺട്രാക്റ്റ് ആണെന്നല്ലേ, അപ്പോൾ ഇനി അവൾക്ക് അവിടെ ഒരു സ്ഥാനമില്ലല്ലോ. അതുകൊണ്ട് അവൾ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോവുക. ഇപ്പോൾ വീട് ഇവള് പോയി കഴിയുന്ന സമയത്ത് ഫാങ് നിന്ന് അവിടെ നിന്ന് കരയുവാണ്. ഇപ്പോൾ അവൾക്ക് വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവള് വന്നിട്ട് ആ മീൻകാരൻ്റെ വീട്ടിൽ തന്നെ പോയിട്ട് താമസിക്കുവാണ്. അവിടെ വെച്ചിട്ട് ഒരു ന്യൂസ് കാണുവാണ്, നമ്മുടെ ഫാങ്ങിന് അതുപോലെ ആക്ട്രസ് പെണ്ണിനും തമ്മിൽ എൻഗേജ്മെൻറ്റ് ആവാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് കാണുക. അങ്ങനെ ന്യൂ ഇയർ ആവുക കേട്ടോ. അപ്പോൾ ന്യൂ ഇയർ ആവുന്ന സമയത്ത് ഇവിടെ ആലോചിക്കുവാണ്, എല്ലാവർക്കും ന്യൂ ഇയർ എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ദൈവം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവൾ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് ഫാങ് അങ്ങോട്ട് വരും കേട്ടോ. ഫാങ് അങ്ങോട്ട് വന്ന് അവളെ പ്രപ്പോസ് ചെയ്തിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ എല്ലാ സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, ഇനി എനിക്ക് ആ ഒരു കമ്പനിയുടെ ആവശ്യമില്ല, എനിക്ക് നിൻ്റെ കൂടെ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ യൂറയ്ക്ക് ഇവനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കിസ് ചെയ്തിട്ട് ഇവർ ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതോടുകൂടിയാണ് നമ്മുടെ ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു ഡ്രാമയായിട്ട് വരുന്നവരിക്കും. ബൈ ബൈ.